പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടാകുന്നത് ഗുണകരമായിരിക്കും. ഞാൻ ഡോക്ടർ ഫൈസൽ മാവുള്ളടത്തിൽ, ഹയർ സെക്കൻഡറി അധ്യാപകൻ, ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, മലപ്പുറം. +1 ഉറുദു റിവിഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്യാരെ ബച്ചോ, ആദാബ്. +1 ഉറുദു പാഠപുസ്തകം 4 യൂണിറ്റുകളിലായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 1-ാം യൂണിറ്റ് ആത്തി ഹെ ഉറുദു ജബാ ആത്തെ ആത്തെ. 2-ാം യൂണിറ്റ് സബ്സെ പ്യാര ഗുലിസ്ത ഹമാര. 3-ാം യൂണിറ്റ് ഫൻ കി ദുനിയ മൻ കി ദുനിയ. 4-ാം യൂണിറ്റ് യേ ദുനിയാ ഹെ സബ്കി യേ സബ്കെ ലിയേ. പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന നിങ്ങൾ ഇനിയുള്ള സമയങ്ങളിൽ ഫോക്കസ് ഏരിയയെ കേന്ദ്രീകരിച്ച് പഠിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ആപ്ക പ്യാരാ ഗാന്ധി, ആദ്മി നാമ, ഫിറാഖ് ഗോരഖ്പുരി की रुबाई, साहिर लुधियानवी की ताजमहल, मिर्ज़ा गालिब की गज़ल है जिसकी ज़बां उर्दू की तरह, नासिर काज़मी की गज़ल, निदा फाजिली की നസ്മ് ഷിക്കായത്ത് എന്നിവയാണ് നമ്മുടെ ഫോക്കസ് ഏരിയ. 100% ചോയ്സ് നൽകിക്കൊണ്ടുള്ള ഒരു പരീക്ഷയാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതായത് 80 മാർക്കിനുള്ള ഉറുദു ചോദ്യപേപ്പറിൽ 160 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ഏരിയയിലും ഇരട്ടി ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 1 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതണമെങ്കിൽ അവിടെ 10 ചോദ്യങ്ങൾ നൽകിയിരിക്കും. അതേപോലെ ഓരോ ഇനത്തിലും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ഓരോ ഇനത്തിലും ഇരട്ടി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. കൂൾ ഓഫ് സമയത്ത് നമുക്കേറെ എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിരിക്കും. 1-ാമത്തെ പാഠം ആപ്ക പ്യാരാ ഗാന്ധി. ഉറുദു ഭാഷയുടെ പ്രാധാന്യത്തെയും അതിൻ്റെ സ്വീകാര്യതയും ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം കത്ത് എന്ന ഡിസ്കോഴ്സ് പരിചയപ്പെടുത്തുകയാണ് 1-ാമത്തെ പാഠത്തിൻ്റെ ഉദ്ദേശ്യം. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ഈ പാഠം ഗാന്ധിജി യർവാദ ജയിലിൽ നിന്നും തൻ്റെ സുഹൃത്തായ മുഖ്താർ അൻസാരിയുടെ മകൾ സുഹറയ്ക്കയച്ച കത്താണ്. സാമൂഹിക ജീവിതത്തിൽ കത്തിനുണ്ടായിരുന്ന പ്രസക്തി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭാഷകളിൽ ഒന്നായിരുന്നു ഉറുദു. അഞ്ജുമൻ തർക്കി ഉറുദുവിൻ്റെ സമ്മേളനത്തിൽ താൻ ഉറുദു പഠിച്ചില്ല എന്നും അതിന് കാരണം തൻ്റെ വീട്ടിലെ ഭാഷയാണ് ഉറുദു എന്നും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറയുന്നു. ഉറുദുവിനെ സ്നേഹിച്ച പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെക്കുറിച്ചും ഈ പാഠഭാഗത്ത് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ. പസന്ദീദ കിസി ഏക് ഖുതൂത് നിഗാർ അദീബ് കാ നാം ലിഖിയേ. പസന്ദീദ കിസി ഏക് ഖുതൂത് നിഗാർ അദീബ് കാ നാം ലിഖിയേ. गांधी के 2 दोस्तों के नाम लिखिए जो यरवादा जेल में थे. गांधी जी के
दो दोस्तों के नाम लिखिए जो यरवादा जेल में थे। अब हम सब खुदा से मांगें कि हिंदू मुस्लिम के बीच भी मिलाप पैदा कर दे। जब तक ये नहीं होता मुझे पूरी शांति हो नहीं सकती। गांधी जी के इस कौल पर आपके ख्यालात वाज़ेह कीजिए। गांधी जी के खत के जवाब में ज़ोहरा ने क्या लिखा होगा? ज़ोहरा का जवाबी खत तैयार कीजिए। गांधी जी के खत के जवाब में ज़ोहरा ने क्या लिखा होगा? ज़ोहरा का जवाबी खत तैयार कीजिए। हिंदुस्तान की मौजूदा हालात बयान करते हुए गांधी जी के नाम एक फर्जी खत तैयार कीजिए। हिंदुस्तान की मौजूदा हालात बयान करते हुए गांधी जी के नाम एक फर्जी खत तैयार कीजिए। उर्दू क्लब के तहत आपके स्कूल में गांधी जयंती का जश्न मनाने का फैसला किया है। उसका ऐलान करते हुए एक नोटिस तैयार कीजिए। उर्दू क्लब के तहत आपके स्कूल में गांधी जयंती का जश्न मनाने का फैसला किया है। उसका ऐलान करते हुए एक नोटिस तैयार कीजिए। गांधी जयंती से मुताल्लिक़ एक अखबारी रिपोर्ट तैयार कीजिए। गांधी जयंती से मुताल्लिक़ एक अखबारी रिपोर्ट तैयार कीजिए। രണ്ടാമത്തെ പാഠം ആത്മീയനാമ. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ പാഠം ഒരു പാബന്ദ് നസ്മാണ്. അവാമി ഷായിർ എന്നറിയപ്പെടുന്ന സാധാരണക്കാരൻ്റെ കവിയായ നസീർ അക്ബറാബാദിയുടെ ആത്മീയനാമ എന്ന കവിതയാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. കവിതാ വിഭാഗങ്ങളെക്കുറിച്ച്, താരതമ്യ പഠനത്തെക്കുറിച്ചും ഇവിടെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കവി നസീർ അക്ബറാബാദിയെക്കുറിച്ചും ഇതിലെ പ്രതിപാദ വിഷയമായ മനുഷ്യൻ്റെ വ്യത്യസ്തമായ അവസ്ഥകളെക്കുറിച്ചും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പാഠഭാഗത്ത് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. पसंदीदा एक नज़म गो शायर का नाम लिखिए. पसंदीदा एक नज़म गो शायर का नाम लिखिए. अवामी शायर किसे कहते हैं? अवामी शायर किसे कहते हैं? नज़्म आदमी नामा के लिए दूसरा मुनासिब उन्वान तजवीज़ कीजिए. नज़्म आदमी नामा के लिए दूसरा मुनासिब उन्वान तजवीज़ कीजिए. शैतान भी आदमी है जो करता है मकरो ज़ोर, और हादी व रहनुमा है सो है वो भी आदमी. आज के हालात के पेश नज़र इस शेर की वजाहत कीजिए. आज के हालात के पेश नज़र इस शेर की वजाहत कीजिए. नज़ीर अकबराबादी कहते हैं, जो मांगता है सो है वो भी आदमी. समाज में भीख मांगने वालों की तादाद दिन ब दिन बढ़ रही है. इस पर काबू पाने के लिए अपनी तजावीज़ पेश कीजिए. नज़ीर अकबराबादी कहते हैं, जो मांगता है सो है वो भी आदमी. समाज में भीख मांगने वालों की तादाद
दिन ब दिन बढ़ रही है। इस पर काबू पाने के लिए अपनी तजावीज़ पेश कीजिए। नज़्म की हुसूसियत के बारे में आप क्या जानते हैं? एक नोट लिखिए। नज़्म की हुसूसियत के बारे में आप क्या जानते हैं? एक नोट लिखिए। नज़ीर अकबराबादी के बारे में मुख्तसर नोट लिखिए। नज़ीर अकबराबादी के बारे में മുഖ്തസർ നോട്ട് ലിഖിയേ. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട മൂന്നാമത്തെ പാഠഭാഗം ഒരു റുബായിയാണ്. ഉറുദു കവിതാ വിഭാഗത്തിലെ 4 വരി കവിതകളെയാണ് റുബായി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫിറാഖ് ഗോരഖ്പുരി ഈ കവിതയിലൂടെ സാമൂഹിക ജീവിതത്തിൻ്റെയും പരസ്പരം കൈത്താങ്ങായി ഐക്യപ്പെട്ട് ജീവിക്കേണ്ടതിൻ്റെയും ആവശ്യകത ബോധ്യപ്പെടുത്തുന്നു. മടുപ്പിക്കുന്ന ഏകാന്തതയിലൂടെ ജീവിക്കേണ്ടവനല്ല മനുഷ്യനെന്നും പരസ്പരം കൈകോർക്കുമ്പോൾ ലഭ്യമാവുന്ന ശക്തി അതുല്യമാണെന്നും കവി ഓർമ്മപ്പെടുത്തുന്നു. तू हाथ को जब हाथ ले लेती है, दुख दर्द जमाने के मिटा देती है, संसार के तपते हुए वीराने में सुख शांत की गोया तू हरी खेती है. तू हाथ को जब हाथ ले लेती है, दुख दर्द जमाने के मिटा देती है, संसार के तपते हुए वीराने में സുഖ ശാന്ത് കി ഗോയ തു ഹരി ഖേതി ഹെ. ഈ പാഠഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ. പസന്ദീദ കിസി ഏക് റുബായി ഗോ ഷായർ കാ നാം ലിഖിയേ. പസന്ദീദ കിസി ഏക് റുബായി ഗോ ഷായർ കാ നാം लिखिए. रुबाई में कितने मिसरे होते हैं? रुबाई में कितने मिसरे होते हैं? रुबाई का दूसरा नाम लिखिए. फिराक गोरखपुरी के ख्याल में मिलजुल कर रहना एक बेहतर समाज की तश्कील के लिए लाजमी है. उसके बारे में अपने ख्यालात वाज़ेह कीजिए. फिराक गोरखपुरी के ख्याल में मिलजुल कर रहना एक बेहतर समाज की तश्कील के लिए लाजमी है. उसके बारे में अपने ख्यालात वाज़ेह कीजिए. असनाफ़ शायरी में रुबाई को एक मुनफरिद मकाम हासिल है. इस कौल पर आपकी राय पेश कीजिए. असनाफ़ शायरी में रुबाई को एक मुनफरिद मकाम हासिल है. इस कौल पर आपकी राय पेश कीजिए. तू हाथ को जब हाथ ले लेती है, दुख दर्द ज़माने के मिटा देती है, संसार के तपते हुए वीराने में सुख शांत की गोया तो हरी खेती है. इस रुबाई का मफ़हूम अपने अल्फाज में लिखिए. फिराक गोरखपुरी के बारे में आप क्या जानते हैं? एक मुख्तसर नोट लिखिए. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. 4ാമത്തെ പാഠം ഔട്ട് ഓഫ് ഫോക്കസിൽ ഉൾപ്പെട്ട സാദത്ത് ഹസൻ മണ്ടോയുടെ ടോബ ടാക്സിംഗ് എന്ന പാഠഭാഗമാണ്. വിഭജന കാലഘട്ടത്തിൽ ഇന്ത്യൻ അതിർത്തികളിൽ ഉണ്ടായ കളങ്കപൂരിതമായ അവസ്ഥാവിശേഷങ്ങളെ ആക്ഷേപഹാസ്യത്തോടെ മണ്ടോ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇരു രാജ്യങ്ങളിലെയും ഭ്രാന്തന്മാരെ പരസ്പരം കൈമാറുമ്പോൾ ഉണ്ടാവുന്ന രസകരമായ അനുഭവത്തോടൊപ്പം ബിഷൻ സിംഗ് എന്ന കഥാപാത്രത്തിൻ്റെ അനുഭവങ്ങൾ നമ്മെ നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്നു.
ഈ പാഠത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ. പസന്ദീദ एक अफसाने का नाम लिखिए. पसंदीदा अफसाना निगार का नाम लिखिए. अफसाना तौबा टेक्सिंग में से पसंदीदा दो किरदारों के नाम लिखिए. अफसाना तौबा टेक्सिंग में से पसंदीदा दो किरदारों के नाम लिखिए. अखलाकी कैदियों की तरह पागलों का तबादला भी होना चाहिए. ये तक़सीम हिंद के दौरान अखबार में आई हुई सुर्खी है. उसकी रोशनी में एक अखबारी रिपोर्ट तैयार कीजिए. एक पागल ने तक़सीम के चक्कर में गिरफ्तार होकर और ज़्यादा पागल हो गया और दरख्त की टहने पर बैठकर मुसलसल तकरीर करने लगा. उसने अपनी तकरीर में क्या बताया होगा? तौबा टेक्सिंग में बिशन सिंह का किरदार तक़सीम हिंद के शहीदों की एक जिंदा तस्वीर है. बिशन सिंह के किरदार की हुसूसियत और अहमियत बताते हुए नोट लिखिए. एक तहकीकी रिपोर्ट के मुताबिक आजकल हमारे समाज में नफ्सियाती बीमारियां बढ़ रही है. यह एक सेहतमंद समाज की अलामत नहीं है. इस सूरत हाल पर अपने ख्यालात लिखिए. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട അഞ്ചാമത്തെ പാഠം സാഹിർ ലുധിയാനവിയുടെ താജ്മഹൽ എന്ന കവിതയാണ്. താജ്മഹലിനെക്കുറിച്ചും താജ്മഹലിൻ്റെ പിറകിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രണയത്തെക്കുറിച്ചും ധാരാളം കവിതകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സാഹിർ ലുധിയാനവി വളരെ വ്യതിരിക്തമായ രീതിയിലാണ് ഈ കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. एक शहंशाह ने दौलत का सहारा लेकर हम गरीबों की മുഹബ്ബത്ത് കാ ഉഡായ ഹെ മസാഖ്. സമ്പത്തിൻ്റെ പ്രഭയിൽ തൻ്റെ പ്രണയത്തിന് അനശ്വര സൗധം പണിയുമ്പോൾ പാവപ്പെട്ടവൻ്റെ ആത്മാർത്ഥമായ പ്രണയത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് കവി ആരോപിക്കുന്നു. मेरी महबूब उन्हीं भी तो मोहब्बत होगी जिनकी सन्नाई ने बख्शी है उसे शक्ल जमील. उनके प्यारों के मकाबिर रहे बेनाम व नबूद. आज तक उन पे जलाई न किसी ने कंदील. പ്രിയപ്പെട്ടവളെ, ഈ മനോഹര സൗധം പണിത കലാകാരന്മാർക്കും പ്രണയമുണ്ടാവാം. അവരുടെ പ്രണയകഥകൾ കല്ലുകളിൽ കൊത്തിവെക്കപ്പെട്ടിട്ടില്ല. അവരുടെ ശവകുടീരങ്ങളിൽ ഇന്നുവരെ ദീപങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ പാഠഭാഗത്ത് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ. नज्म ताजमहल किसने लिखी? ताजमहल पर साहिर लुधियानवी और हफीज बनारसी अपना अपना नजरिया बयान किया है. आपकी राय चंद जुमलों में बताइए. ताजमहल पर साहिर लुधियानवी और हफीज बनारसी अपना अपना नजरिया बयान किया है. आपकी राय चंद जुमलों में बताइए. ताजमहल खुद अपनी कहानी कहना चाहता है. ताजमहल की आप बीती तैयार कीजिए. ഔട്ട് ഓഫ് ഫോക്കസിൽ ഉൾപ്പെട്ട ആറാമത്തെ പാഠം ഇഹ്സാനുൽ ഹക്കിൻ്റെ ഒരു നാടകത്തിൻ്റെ അല്പഭാഗമാണ്. ദേശീയ നേതാവായ മൗലാന ആസാദിൻ്റെ ധീരമായ നിലപാടുകൾ ഇവിടെ പ്രതിപാദ വിഷയമാവുന്നു. ദേശീയ ബോധവും അർപ്പണ മനോഭാവവും പ്രകടിപ്പിക്കുന്ന ഈ നാടകം
കുട്ടികൾക്ക് ഒരു നവ്യാനുഭവമാണ്. ഈ പാഠഭാഗത്ത് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ. പസന്ദീദ ദോ കൗമി रहनुमा के नाम लिखिए. पसंदीदा दो कौमी रहनुमाओं के नाम लिखिए. पसंदीदा ड्रामा निगार का नाम लिखिए. पसंदीदा किसी एक ड्रामे का नाम लिखिए. ड्रामा आज़ादी का मतवाला में पसंदीदा दो किरदारों के नाम लिखिए. ड्रामा आज़ादी का मतवाला में से पसंदीदा दो किरदारों के नाम लिखिए. मौलाना अबुल कलाम आज़ाद की शख्सी खूबियाँ मसलन जवान मर्दी, दिलेरी और वतन परस्ती पर मुख्तसर नोट लिखिए. ड्रामा आज़ादी का मतवाला की तारीखी व अदबी अहमियत पर एक तौसीफ़ी नोट तैयार कीजिए. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ഏഴാമത്തെ പാഠം വിശ്വപ്രശസ്തനായ ഗസലിൻ്റെ ചക്രവർത്തി, ഗസൽ കാ ബാദ്ഷാഹ് എന്നറിയപ്പെടുന്ന ഗാലിബിൻ്റെ ഇഷ്ക് മുജ്കോ നഹി വഹ്ഷത് ഹി സഹി എന്ന ഗസലാണ്. പ്രണയകാവ്യം എന്നറിയപ്പെടുന്ന ഗസൽ ഏറ്റവും സ്വീകാര്യവും ജനകീയവുമായ ഉറുദു കാവ്യവിഭാഗമാണ്. ഗസലിൻ്റെ ആദ്യ 2 വരികളെ മത്ല എന്നും അവസാനത്തെ 2 വരികളെ മക്ത എന്നും വിശേഷിപ്പിക്കുന്നു. അവസാനത്തെ വരികളിലാണ് കവി തൻ്റെ തൂലികാനാമം അഥവാ തഖല്ലുസ് ഉപയോഗിക്കുന്നത്. യാർ സേ ഛേഡ് ചലി ജായേ അസദ് ഘർ നഹി വിസൽ തോ ഹസ്രത് ഹി സഹി. ഇവിടെ അസദ് തഖല്ലുസായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഈ പാഠഭാഗത്ത് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ. പസന്ദീദ കിസി ഏക് ഗസൽ ഗോ ഷായർ കാ നാം ലിഖിയേ. पसंदीदा 2 गज़ल गलोकारों का नाम लिखिए. गज़ल के पहले शेर को क्या कहते हैं? गज़ल के पहले शेर को क्या कहते हैं? गज़ल के आखिरी शेर को क्या कहते हैं? गज़ल में तखल्लुस किस शेर में इस्तेमाल करते हैं? गज़ल में तहल्लुस किस शेर में इस्तेमाल करते हैं? गज़ल के बारे में आप क्या जानते हैं? एक नोट लिखिए. कता कीजिए न ताल्लुक हमसे, कुछ नहीं तो अदावत ही सही. इश्क मुझको नहीं वहशत ही सही, मेरी वहशत तेरी शोहरत ही सही. इन अशार का मफहूम अपने अल्फाज में लिखिए. गालिब के बारे में एक मुख्तसर नोट लिखिए. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട 8ാമത്തെ പാഠം ഉറുദുവും ഹിന്ദുസ്ഥാനി സിനിമയും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. ജനങ്ങളുടെ നാവിൻ തുമ്പിലുള്ള ഒരുപാട് ഹിന്ദുസ്ഥാനി സിനിമാ ഗാനങ്ങൾ ഉറുദു കവികളാണ് രചിച്ചിരിക്കുന്നത്. സാഹിർ ലുധിയാനവി, മജ്റൂഹ് സുൽത്താൻപുരി, സർദാർ ജാഫ്രി, കാഫി ആസ്മി, ജാവേദ് അഖ്തർ, ഹസൻ കമാൽ, ഷഹരിയാർ തുടങ്ങിയ പ്രഗത്ഭരായ ഉറുദു കവികളുടെ ഗാനങ്ങൾ എന്നും ഹിന്ദുസ്ഥാനി സിനിമകൾക്ക് മുതൽക്കൂട്ടാണ്. മുൻഷി പ്രേംചന്ദ്, സയാദത്ത് ഹസൻ മണ്ടോ, കൃഷ്ണചന്ദ്ര, കമാൽ അമ്രൂഹി, രാജേന്ദർ സിംഗ് ബേദി തുടങ്ങിയ പ്രഗത്ഭരായ ഉറുദു സാഹിത്യകാരന്മാർ
തങ്ങളുടെ തൂലികകളിലൂടെ ഹിന്ദുസ്ഥാനി സിനിമയെ സമ്പുഷ്ടമാക്കി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമരയോദ്ധാക്കൾക്ക് ആവേശം പകർന്ന സർഫറോഷി കി തമന്ന എന്ന ബിസ്മിലിൻ്റെ വരികൾ ഷഹീദ് ഭഗത് സിംഗിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട സിനിമയിൽ ഇടം കണ്ടെത്തി. ഉറുദുവിൻ്റെ സൗന്ദര്യം വിളിച്ചോതുന്ന സംഭാഷണങ്ങൾ കൊണ്ട് ഹിന്ദുസ്ഥാനി സിനിമ ധന്യമാക്കപ്പെട്ടു. ജിൻകെ ഘർ ശേഷേ കെ ഹോं वो दूसरों पर पत्थर नहीं फेंका करते. वक्त तेरे दिल में मेरे सांसों को पनाह मिल जाए, तेरे इश्क में मेरी जान फना हो जाए. ഫന. മലയാളം സിനിമകളിൽ പോലും ഇന്ന് നമുക്ക് ഉറുദുവിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയും. കീർത്തിചക്ര എന്ന സിനിമയിൽ ഖുദാസെ മന്നത്ത് ഹേ മേര എന്ന ഗാനം മനോഹരമായ ഉറുദു ഗാനമാണ്. ഈ പാഠഭാഗത്ത് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ. ഹിന്ദുസ്ഥാൻ കി പഹലി ബോൾത്തി ഫിലിം കാ നാം ക്യാ ഹേ? फिल्म आलम आरा की इजरा कब हुई? दो उर्दू कहानी निगारों के नाम लिखिए जो हिंदुस्तानी फिल्म से जुड़े हुए हैं. दो उर्दू शायरों के नाम लिखिए जो हिंदुस्तानी फिल्म से जुड़े हुए हैं. उर्दू के बड़े बड़े शायरों ने हिंदुस्तानी फिल्मों को बेहद मयारी और मकबूल तरीन गीत दिए हैं. ऐसे किसी एक शायर पर इजहार ख्याल कीजिए. मशहूर नगमा निगार हसन कमाल आपके इलाके में एक प्रोग्राम के इफ्तिताह के लिए आ रहे हैं. अगर आपको उनसे इंटरव्यू लेने का मौका मिले तो आप क्या क्या सवालात करेंगे? आपके स्कूल के फिल्म क्लब ने मुग़ल आज़म, अनारकली, मिर्ज़ा गालिब वगैरह तारीख साज फिल्मों की नुमाइश करने का फैसला किया है. उसके लिए ब्रोशर तैयार कीजिए. आपके स्कूल के फिल्म क्लब के तहत एक शॉर्ट फिल्म बनाई गई है. उसकी प्रीव्यू का ऐलान करते हुए एक नोटिस तैयार कीजिए. एक मशहूर रिसाला ने तलबा के लिए बच्चों पर फिल्म और सीरियल के असरात के मौजू पर एक मज़मून नवेसी का मुकाबला मुनाकिद करने का फैसला किया है. उसके लिए एक मज़मून तैयार कीजिए. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട നാസിർ കാസിമിയുടെ ദിൽ ധടക്കനെ കാ സബബ് യാദായ എന്ന ഗസൽ ഒരു ഉത്തമ ഗസലാണ്. പ്രണയിനിയുടെ വിരഹത്തിൽ മനസ്സ് പിടയുന്ന കാമുകന്റെ മനോവ്യാപാരങ്ങളാണ് ഇവിടെ പ്രതിപാദ വിഷയം. മനോഹരമായ വാക്കുകളുടെ താളനിബദ്ധമായ അവതരണം ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നു. ദിൽ ധടക്കനെ കാ സബബ് യാദായ വോ തെരി യാദ് ഥീ അബ് യാദായ. ഈ പാഠഭാഗത്ത് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ. दिल धड़कने का सबब याद आया, वो तेरी याद थी अब याद आया. इस शेर का मफहूम अपने अल्फाज में लिखिए. आज मुश्किल था संभालना ये दोस्त, तो मुसीबत में अजब याद आया. इस शेर का मफहूम अपने अल्फाज में लिखिए. नासिर काज़मी के बारे में एक नोट लिखिए. फर्ज कीजिए कि आपके स्कूल में
गज़ल प्रोग्राम मुनक्किद होने वाला है। इसमें गज़ल की मकबूलियत पर तकरीर करने का मौका मिला तो आप क्या क्या बताएंगे? एक तकरीरी नोट तैयार कीजिए। गज़ल और नज़्म उर्दू शायरी की अहम असनाफ है। इन दोनों का मुवाजना अपने अल्फाज में कीजिए। കൊച്ചു കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത മലയാളത്തിൻ്റെ പ്രിയ കവി കുഞ്ഞുണ്ണി മാഷുടെ ആത്മകഥയുടെ അല്പഭാഗമാണ് 10ാമത്തെ പാഠം. ഔട്ട് ഓഫ് ഫോക്കസ് ആണെങ്കിലും നമുക്കേറെ ആസ്വാദ്യകരമായ അനുഭവം ഒരുക്കുന്ന ഒരു പാഠഭാഗമാണിത്. നമ്മുടെ ഐശ്വര്യപൂർണമായ പുരാതന സംസ്കാരത്തെക്കുറിച്ചും നിലവിലെ ജീവിത രീതിയെക്കുറിച്ചും കേരള ജനതയുടെ ഉപഭോക്തൃ സംസ്കാരത്തെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്യുന്നു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ സ്കൂളുകളിലും യഥേഷ്ടം എനിക്ക് പോകാൻ കഴിയണമെന്നും ഓരോ സ്കൂളിലെയും ഓരോ ക്ലാസ്സിലെയും കുട്ടികളോട് അവർക്കിഷ്ടപ്പെട്ട വിഷയത്തെക്കുറിച്ച് കവിതകൾ ആലപിക്കുകയും അവരുമായി സംവാദത്തിലേർപ്പെടുകയും ചെയ്യണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഈ യാത്ര കാൽനടയാകണമെന്ന്, സമയബന്ധിതമല്ലാതെ കാൽനടയാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. വഴിയിൽ മരിച്ചു വീഴുന്നത് എനിക്ക് പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ അപകടത്തിൽപ്പെടാൻ പാടില്ല. അത് നാണക്കേടാണ്. ഗതാഗത നിയമത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി വളരെ മനോഹരമായ രീതിയിലാണ് അദ്ദേഹം ചില സൂചനകൾ നൽകുന്നത്. ഈ പാഠഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ. പസന്ദീദ एक आप बीती का नाम लिखिए. कुंजुन्नी माश के बारे में आप क्या जानते हैं? एक नोट लिखिए. गाड़ी से टकराकर मरना शर्म की बात है. रोड सेफ्टी से मुताल्लिक चंद बातें बयान कीजिए. गाड़ी से टकराकर मरना शर्म की बात है. रोड सेफ्टी से मुताल्लिक चंद बातें बयान कीजिए. केरला वाले आजकल सारिफियत के कल्चर के आदी हो चुके हैं. कुंजुन्नी माश के इस कौल पर आप कहाँ तक मुत्तफिक हैं? अपने ख्यालात लिखिए. मलयाली के पुराने और नए ज़माने की कदरों और रेत रिवाजों में आप क्या नुमायां फ़र्क महसूस करते हैं? एक रिपोर्ट पेश कीजिए. झेल के किसी एक का आप बीती तैयार कीजिए. पहाड़, समुंदर, नदी. 11ാമത്തെ പാഠം ശിക്കായത്ത്. ജീവിതം എന്നും ഒരുപോലെ ആയിരിക്കില്ല. बदलते हुए मौसमों की ये दुनिया कभी गर्म होगी, कभी सर्द होगी. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ പോലെ നമ്മുടെ ജീവിതവും ഇടയ്ക്ക് സന്തോഷകരമാവും, ഇടയ്ക്ക് ദുഃഖപൂരിതമാവും. ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. സന്തോഷവും സന്താപവും സമ്മിളിതമാകുന്ന അനർഘ നിമിഷങ്ങളാണ് ജീവിതത്തിൻ്റെ മാധുര്യം. പങ്കുവെക്കുക എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ജബ് തക് മൊഹബ്ബത്ത് ഹേ ജിന്ദ. പ്രയാസങ്ങൾ പങ്കുവെച്ചുകൊണ്ടേയിരിക്കും. ഇന്നലകളിൽ അതങ്ങനെയായിരുന്നു, ഇന്നും അത് തുടരുന്നു, നാളെയും അങ്ങനെ തന്നെയാവും. പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ. बदलते हुए मौसमों की दुनिया कभी गर्म होगी, कभी सर्द होगी. आपके पसंदीदा मौसम पर अपने तजुर्बात बयान कीजिए. नज़्म शिकायत के ज़रिए
निदा फासिली क्या कहना चाहता है? आपके ഖയാലാത്ത് लिखिए. 12ാമത്തെ പാഠം അംജദ് ഹൈദർബാദിയുടെ റുബായിയാണ്. कुछ वक्त से एक बीज शजर होता है, कुछ रोज में एक कतरा गुहर होता है. ए बंदे ना सबूर, तेरा हर काम कुछ देर में होता है मगर होता है. ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു റുബായിയാണിത്. വിത്തുകൾ വലിയ മരങ്ങളാവുന്നു, ജലത്തുള്ളികൾ വലിയ സമുദ്രമായി മാറുന്നു. അക്ഷമനാവാതിരിക്കൂ മനുഷ്യപുത്ര, നിൻ കർമ്മങ്ങൾ തീർച്ചയായും വിജയത്തിലെത്തും. ഈ പാഠഭാഗത്ത് പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ. കുച്ച് വക്ത് സേ ഇക് ബീജ് ഷജർ ഹോത്താ ഹെ, കുച്ച് റോസ് മേ एक कतरा गुहर होता है. ऐ बंदे ना सबूर, तेरा हर काम कुछ देर में होता है मगर होता है. इस रुबाई का मफहूम अपने अल्फाज में लिखिए. अमजद हैदराबादी के बारे में एक नोट लिखिए. 13ാമത്തെ പാഠം മുझे कुछ कहना है. മികച്ച ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ രാഷ്ട്രപതിയുമായി മാറിയ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രസംഗമാണിത്. ഈ പ്രസംഗത്തിൽ അദ്ദേഹം 3 പ്രധാനപ്പെട്ട വീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ആസാദി, തർക്കി, ദുനിയാ കെ ബറാബർ ഖടാ ഹോന. ഈ പരീക്ഷയ്ക്ക് പുറപ്പെടുന്ന നമ്മുടെ കുട്ടികൾക്ക്, നിങ്ങൾക്കെല്ലാവർക്കും പ്രചോദനം ലഭിക്കുന്ന രീതിയിലാണ് അവസാനത്തെ ഈ പാഠത്തിൽ, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണെങ്കിലും അവസാനത്തെ ഈ പാഠത്തിൽ അദ്ദേഹം കാര്യങ്ങൾ നമ്മോട് പറയുന്നത്. നിങ്ങളുടെ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന വീക്ഷണം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിന് വലിയ വില നാം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കുകയും അതനുസരിച്ച് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മഹത്തായ ഒരു രാജ്യമാക്കി മാറ്റിത്തീർക്കേണ്ടതുണ്ട്. തർക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ നസരിയ. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഓരോ വ്യക്തിയും അവൻ്റെ കർമ്മപഥത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഈ രാജ്യത്തിന് ലോകത്തിൻ്റെ നെറുകയിലെത്താൻ കഴിയുകയുള്ളൂ. 3ാമത്തെ നസറിയെ ദുനിയാ കെ ബറാബർ ഖടാ ഹോന. ഇന്ത്യ മഹാരാജ്യത്തെ ലോകത്തിൻ്റെ ഏറ്റവും മികച്ച രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അദ്ദേഹം അതിനുവേണ്ടി ഭാവി നിയന്ത്രിക്കുന്ന കുട്ടികളുമായി നിരന്തരം സമ്പർക്കത്തിലേർപ്പെട്ടിരുന്നു. അങ്ങനെ ഓരോ കുട്ടിക്കും ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഈ ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുവാൻ അദ്ദേഹം നമ്മോട് ഈ പാഠഭാഗത്ത് ആവശ്യപ്പെടുന്നു. നമ്മുടെ കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ പ്രയാസകരമായ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രയാസമുള്ള രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയ്ക്ക് പോകാൻ ഉതകുന്നതാവട്ടെ ഈ പാഠം. ഈ പാഠഭാഗത്തെ ചില ചോദ്യങ്ങൾ. APJ अब्दुल कलाम के बारे में एक नोट लिखिए. APJ अब्दुल कलाम ने तल अवीव के तजुर्बात बयान करते हुए एक मुल्क की तरक्की के सिलसिले में काश्तकारी की अहमियत पर जोर दिया है. काश्तकारी की अहमियत पर एक नोट लिखिए. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.